സത്യം പറഞ്ഞോണ്ടല്ല ഭയാനകം തന്നെയാണ്. മരത്തിന് മേലെ വല്ല മലമ്പാമ്പും കിടക്കുന്നുണ്ടെങ്കിലോ പറയാൻ വേണ്ടി പറ്റില്ലേ. സൂയിസൈഡ് ചെയ്തായിരുന്നു. മരത്തുമ്മലാണ് അവന് ഹാങ് ചെയ്ത്. അങ്ങനെ ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുടിയൊക്കെ ആകെ പാറിയിട്ടുണ്ടല്ലേ. ഞാൻ കൊയങ്ങി നടന്നാണ്ട്. നാട്ടിൽ പാടത്താണുള്ളത്. നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നതാണ്ട് ആ കാണുന്ന ഏരിയയിലാണ്. അവിടെ ഒരു തോടുണ്ട്. ആ ഒരു തോട്ടിലായിട്ടാണ് നമ്മളുടെ ക്യാമ്പിങ് എന്ന്. അത് എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളത് ഞാൻ പറയാം. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മളൊരു ദിവസം എന്താണ്ട് ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്തായിരുന്നു. പിന്നെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു കാഴ്ച ഇതാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകേണ്ടത് ആ ഒരു കാട് പോലെ തോന്നിക്കുന്ന അതിനകത്താണ് നമ്മളുടെ ക്യാമ്പിങ് വരുന്നത് കേട്ടോ. അടിപൊളിയാവുമെന്ന് കരുതണം. എന്താ പറയുക, നമ്മൾ ഒരുപാടായി ക്യാമ്പിങ് ചെയ്തിട്ട് നമ്മുടെ ടെൻറ്റ് കംപ്ലൈൻ്റായി. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നം. അതിൻ്റെ ഇടയിൽ ക്യാമറ കംപ്ലൈൻ്റായി. പിന്നെ ക്യാമറ കിട്ടി, പിന്നെ ടെൻറ്റ് കിട്ടി, പിന്നെ സ്റ്റാൻഡ് കംപ്ലൈൻ്റായി. ഇപ്പോൾ സ്റ്റാൻഡും കിട്ടി. അപ്പോൾ പിന്നെ ക്യാമ്പിങ് ആരംഭിക്കുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അങ്ങോട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയേക്കാം. ഞാനേ വീട്ടിൽ നിന്ന് കുറച്ച് വിറകല്ല, ഇപ്പോൾ നിൽക്കുന്നത് ഒരു മാവിൻ്റെ വീട്ടിലാണ്. നല്ല മാങ്ങയൊക്കെ ഉണ്ട്. കുറച്ച് എന്താ പറയുക, ചകിരി ചിരട്ടയും വെള്ളമൊക്കെ ഇങ്ങനെ സഞ്ചിയിലാക്കി എടുത്തേക്കുവാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ പാടത്താണ് നമ്മളുടെ ക്യാമ്പിങ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ വിറക് കിട്ടാൻ കുറച്ച് പണിയേക്കാരം. പാടത്ത് കണ്ടുവരുന്ന ഒരു സൈസ് വള്ളിയാണിത്. ഇത് പാടത്തും പറമ്പിലും ആദ്യം വീട്ടിൽ കൂടെ ഒക്കെ ഉണ്ടാകുന്നത്. വീട്ടിൽ കൂടെ ഒക്കെ ഉണ്ടാകാറ് ചെടികളുടെ മേലെയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാവുക. ഇതിൻ്റെ പേര് ഞങ്ങളിവിടെ പറയുന്നത് മൂടില്ലാത്ത താളി എന്നാണ്. മൂടില്ലാത്ത താളി. അപ്പം നമ്മൾ ഏതാണ്ട് അങ്ങോട്ടേക്ക് എത്താറായിട്ടോ. ഈശ്വരാ, കാട്, പെരും കാട്. ഇത് കാടൊന്നല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ നമ്മളൊക്കെ വന്ന് മുമ്പൊക്കെ ഇരുന്നിരുന്ന് കളിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്തെ ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ആ വീഡിയോ കണ്ടവർക്കറിയാം ഇത് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പോട്ട്. ഇതിങ്ങനെ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇടം. ഈ ഒരു ഇടത്തേക്ക് വന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു ടെൻറ്റിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിരുന്നത്. ഈ ഒരു ഏരിയയിലായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്തിരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ടെൻറ്റ് ഇനി പിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഏതാണ്ട് ആ ഒരു സൈഡൊക്കെ ആയിട്ടാണ്. പറയാൻ നാടൊക്കെ ആണെങ്കിലും ഇവിടെ നിൽക്കുന്നതിൽ നമുക്ക് പാമ്പുകളെ ഒക്കെ പേടിക്കണം. ചെമ്മലെങ്ങനെ ഉണ്ടായതുകൊണ്ടേ വട്ടക്കൂറൊക്കെ നല്ല സാധ്യത ഉണ്ട്. പിന്നെ ഇപ്പം ഞാനീ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് തോട്. ഇവിടെ എവിടെ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്കറിയാത്തത്. കുറച്ച് വൃത്തിയുള്ള നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടണം. ഇതാണ് നമ്മൾ തോട്. ഇത് അങ്ങോട്ടേക്ക് താഴെ ഭാഗമാണ്, ഇത് മേൽഭാഗമാണ്. അപ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടി നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് നമുക്ക് വല്ലാതെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടേക്ക് പോരുമ്പോഴേക്ക് ഇപ്പോൾ ഇതിലൊക്കെ ധാരാളമായിട്ട് ചെറിയ ചെടികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കാനുള്ളതിൻ്റെ കാരണം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മളിനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കാക വള്ളിക്കൂടാരങ്ങളാണ്. ഓ മൈ ഗോഡ്, ആ മരം തന്നെ ഇപ്പോൾ ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കാണുന്നൊരു മരം ഉണ്ടല്ലോ, അവിടെ അതിനപ്പുറത്ത് വേറൊരു മരം ഉണ്ടായിരുന്നു. ഒന്നുമലോ ഒന്നുമലാണ് എൻ്റെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒരു ദിവസം അവിടെ കിടക്കടാ എന്ന് പറഞ്ഞായിരുന്നു. എങ്കിൽ ഞാൻ അവരോട് എൻ്റെ ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ കിടക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇവിടെ കിടക്കുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ടെൻറ്റ് പിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാനായിട്ട് നല്ലത് എനിക്കൊന്നും അവിടേക്കുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പിച്ച് ചെയ്യാനുള്ളത് പക്ഷേ ഇതിലെ പന്നികളുടെ പാസ്യങ്ങളുള്ള രീതിയാണ്. പവന്മാരങ്ങനെ രാത്രി ഒന്നായിട്ട് പാഞ്ഞ് കയറി കഴിഞ്ഞാൽ ടെൻറ്റ് ഞാനൊക്കെ അവിടെ കിടക്കേണ്ടി വരും, അച്ചട അറിയേണ്ടി വരും. അപ്പോൾ നമുക്ക് തൽക്കാലം ബാഗിന് അവിടെ ഇറക്കിയേക്കാം, ഷോൾഡറിന് വെയിറ്റ് ഇറക്കാമല്ലോ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള സംഭവങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ട. ഇതന്നെ ഉള്ളു ഇവിടെ ഒരു വിഷയമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. പാമ്പുകളുണ്ട്, പാമ്പുകൾ ഇല്ലാത്ത ഏരിയ വളരെ കുറവല്ലേ. അയ്യോ, എന്നാൽ ഈ കഥ ഇവിടെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
വിറക് കുറച്ച് കിട്ടുമോ നോക്കണം. ഫസ്റ്റ് പരിപാടി അതല്ല. ഫസ്റ്റ് പരിപാടി നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള സ്ഥലം ഒന്ന് വൃത്തിയാക്കിയിട്ട് ടെൻറ്റ് പിച്ച് ചെയ്യുക. സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റും. ഇവിടുത്തെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അതിന് വേണ്ട ഓയിൽമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ കൊതുക് കാരി പോലത്തെ സാധനങ്ങൾ കടിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഇവിടെ കാര്യമായ രീതിയിൽ നന്നാക്കാനൊന്നുമില്ല. ഒക്കെ പുല്ലാണ്. ഈ പുല്ലുണ്ടാവണം നല്ല, കാരണം ഷീറ്റ് എടുത്തിട്ടില്ല. പക്ഷേങ്കിൽ ഈ കുറ്റി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇത് നമ്മളെ ടെൻറ്റിന് പണി വരുന്നതാണെങ്കിൽ ടെൻറ്റിൻ്റെ അടി കീറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ സ്ഥലം റെഡി ബോംബ മണലാട്ടതിൽ ഇതൊക്കെ തറഞ്ഞ് നിൽക്കില്ല. മണൽ മണ്ണൊക്കെ കൂടിയിട്ടുള്ള ചരലെ കൂടിയിട്ടുള്ള സംഭവമാണ്. ടെൻ്റ് എടുക്കാൻ മതി. നമ്മളുടെ ഈ ബാഗിനകത്ത് എല്ലാവിധ സാധനങ്ങളും കൊള്ളും. നമ്മുടെ നയ ടെൻറ്റ് ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചതാണ്. ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്തതാണ്. ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളിത് അൺബോക്സ് ചെയ്യണ വീഡിയോ കാണിച്ചതാണ്, വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അത്തരത്തിലുള്ളൊരു പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ നമ്മളുടെ ടെൻറ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്. ഇരുടാവാറായി. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എത്ര സമയമായി? 6:15 അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മളുടെ ഈ കാണുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്താണ്ട് അതിനകത്തേക്ക് കൊണ്ടുവെക്കണം. ഇവിടുത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ കൊതുക് കാരി എല്ലാം ഉണ്ട്. ഞാനും തന്നെ ആ കൊതുകിനുള്ള ഓയിൽമെൻറ്റ് കയ്യിലെടുത്ത് നന്നായി. ഇല്ലെങ്കിൽ നമ്മളുടെ കട്ടം പടം മടങ്ങിയിരുന്നു. കാരണം എന്താ വെച്ചാൽ അത്ര കണ്ട് കൊതുകും കാര്യം ഇവിടെ ഉണ്ട്. ഇവനും കൂടി അകത്തേക്കിടെ വെച്ചാൽ നമുക്ക് നമ്മളുടെ പരിപാടി വെക്കാം. ഇത് നമ്മുടെ ചെയറാണ്. ചെയറിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് വിറകാണ്. അപ്പോൾ ഒരു വിറക് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് അതിന് വേണ്ട കല്ലുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വിറക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ഇരുടാവുന്നതിൻ്റെ മുന്നേ വിറക് കിട്ടണം. നമുക്ക് ഇതെടുക്കാം അല്ലേ. തോട്ടിൽ കൂടെയാണ്, തോട്ടിൽ നിന്ന് കിട്ടുന്ന വിറക് മാത്രമേ നമുക്ക് ശേഖരിക്കാനുള്ള വകുപ്പുള്ളൂ. തോട്ടിൽ നിന്ന് കിട്ടുന്ന വിറകുകൾ മാത്രമാണ് നമ്മൾ ശേഖരിക്കുന്നത്. വാ, ഇതൊക്കെ കൊള്ളാലോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊമ്പും ചുള്ളികളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഉള്ളതൊക്കെ പുറത്തെടുക്കുക. ചെറിയ കൊമ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ പോയത് ടെൻറ്റിൻ്റെ ബാക്ക് സൈഡ് കാണാം. പക്ഷേങ്കിൽ അവിടെ ആവശ്യത്തിന് നമുക്ക് വിറക് കിട്ടിയില്ല. ഇനി ഇതുവഴി പോയി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ പട്ട, മടൽ ഒക്കെ തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. ഇതിലങ്ങോട്ട് വരുമ്പോഴാണ് കുറച്ച് ഭയാനകമായിട്ട് നമുക്ക് ഫീലാവുക. മതി, ഇത് മതി. ഇത് പൂതലുണ്ട്, ചതലുണ്ട്, ഇത് കളയണം. അയ്യോ അറിയല്ലേ. ഇപ്പൊ തൽക്കാലം അവിടെ കട്ടതേ. എന്തിനാടി പൂങ്കൊടിയേ. തെങ്ങിൻ്റെ മട്ടല്, തെങ്ങും പട്ട, ഞങ്ങളിവിടെ മട്ടൽ എന്നൊക്കെ പറയും. അതെങ്കിൽ അത് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ ഞാൻ കൊണ്ടിട്ടതും അല്ലല്ലേ. തെങ്ങുമെന്ന് പോണ ഉണങ്ങിയാണ്. നന്നായിട്ട് ഉണങ്ങി. ഇത് നമ്മൾക്ക് ഓലക്കൊടി എന്നാണ് ഞങ്ങൾ ഈ ഒരു
എന്താ പറയുക, ഇതിനെ പറയുക തെങ്ങിൻ്റെ ഈ ഓലനെ പറയുക ഓലക്കൊടി എന്നാണ്, ഉണങ്ങിയത് ഓലക്കൊടി. ഓക്കെ, അപ്പോൾ ഈ ഓലക്കൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് കത്തിക്കാനും പറ്റും. മക്കളെ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുടാവും തോറും ഡേഞ്ചറായിട്ട് വരികയാണല്ലോ. ഇതിപ്പോൾ നമ്മൾ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ നേരത്ത് ഒരു വെളിച്ചം ഉണ്ടാവില്ല. ഇത് ഡിജെയുടെ ആക്ഷൻ 5 Pro, ഓസ്മോ ആക്ഷൻ 5 Pro ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ക്ലിയർ വെളിച്ചം, ഈ ഒരു വെട്ടം ഇതിന് കിട്ടുന്നത്. അതാണ് ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങാനുള്ള ഏറ്റവും വലിയ കാരണം. എൻ്റെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്ന ഒരു ചെയറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയർ ഇവിടെ ഇട്ട് ഈ ചിരട്ടൻ ചകിരിന്മേൽ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഒരു ക്യാമ്പ് ഫയർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ പറയുക, ഇവിടെ സെൻട്രലായിട്ട് അത് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ചിരട്ട വേഗം കത്തിച്ചാലേ നമ്മൾക്ക് രക്ഷ നേടാനുള്ളൂ. ഇല്ല എങ്കിൽ ഇവിടെ വമ്പം കൊതുകാണ്. ഇതുമൊന്നും നിൽക്കൂല, അത് വേറെ വിഷയം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇപ്പം ചെറിയൊരു പുകയുണ്ട് ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ പുകഞ്ഞ് നിൽക്കട്ടെ. കാരണം എന്താ വെച്ചാൽ കൊതുകിന് ഇത് നല്ലതാണ്. ഇന്നിവിടെ ഉറങ്ങാൻ പറ്റുന്നുള്ളത് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ. ഏറ്റവും വലിയ കാര്യം ഒന്ന് ചൂട്, രണ്ടാമത്തത് കൊതുക്, മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ കുറച്ചായിട്ട് പറയാം. ഇന്നത്തെ ക്യാമ്പിങ്ങോട് കൂടിയിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ക്യാമ്പിങ് നമ്മൾ മുഴുവനാക്കിയിട്ടില്ല, ചെന്നാൽ പോലും ഞാൻ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ആ ടോർച്ച് മറക്കട്ടെ, ഓടി ബാബന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓടി ബാബ. ഞാൻ മനസ്സിലാക്കണം എന്താ പറയുക, ഈ ചൂടത്ത് ക്യാമ്പിങ് നടക്കില്ല. അത് പരമമായ സത്യമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. ടെൻറ്റ് ക്ലോസ് ചെയ്യണം. പരമമായ സത്യം. ഈ ചൂടത്ത് നമ്മളെ കൊണ്ട് പാമ്പുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി, ക്യാമ്പിങ് നടക്കില്ല. ക്യാമ്പിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ വിയർക്കുകയാണ്. ഞാനിവിടെ ഇരുന്ന് വിയർക്കുകയാണ്. എന്താ പറയുക, ബുദ്ധിമുട്ടി. നമുക്കിത് എൻജോയ് ചെയ്യാൻ വേണ്ടി കൂടി പറ്റണം, അതിന് പറ്റുന്നില്ല. അപ്പം നമ്മളുടെ കുക്കിങ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ പഴയ പരിപാടി തന്നെ. ഞാനൊരു പീസ് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കഴുകി കൊണ്ടുവന്നതാണ്. അതൊന്ന് പൊള്ളിക്കുക എന്ന് മാത്രമാണ് നമ്മളുടെ പണി. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി നമ്മൾക്കില്ല. ഇതിനകത്ത് മുളക് പൊടിയുണ്ട്, മല്ലിയുണ്ട്, മഞ്ഞളുണ്ട്. ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഓക്കെ, മതിയാവുന്ന കരുതണം. മതിയുണ്ടോ? ഉപ്പ് സെപ്പറേറ്റ് എടുത്തിരുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം നമ്മൾ ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പതിയെ നമ്മുടെ ചിക്കൻ്റെ മേലേക്ക് കൂടെ ഇങ്ങനെ കയറ്റി ഇറക്കി കൊടുക്കാം. ഒരു കഷ്ണം നാരങ്ങ, കൈയൊന്ന് കഴുകി. ഇനി നമുക്ക് വേണം നൈസായിട്ട് ടെൻറ്റിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ട് ഇതിലേക്ക് ചെറു പ്രാണികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വലുതായിട്ടൊന്നും പേടിക്കാനൊന്നുമില്ല. ഇനി കുറച്ച് നേരം അടക്കട്ടെ, നമുക്ക് ക്യാമ്പ് ഫയർ ഒന്ന് ടൈറ്റ് ആക്കി വെക്കാം അല്ലേ. ഒരു മുണ്ട് ക്യാമ്പിങ്ങിന് പോകുന്നവർ കരുതുന്നത് നല്ലതാണ്. നേരത്തെ അവിടെ മുള്ളുത്തിൻ്റെ കയ്യിൽ, അപ്പോൾ മസാല ആയപ്പോൾ നീറ. ക്യാമ്പിങ്ങിന് പോകുന്നവരുടെ കയ്യിൽ എന്തായാലും ഒരു മുണ്ട് കരുതിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് சொல்லாதே சொல்லுகின்றேன். കനലുണ്ടാവണം. അപ്പോൾ ചിരട്ടകൾ വെച്ച് കൊടുക്കാം നമുക്ക് നൈസായിട്ട്. ചിരട്ടകൾ ഇങ്ങനെ കത്തി തുടങ്ങിയാൽ കനൽ പെട്ടെന്നാവും. ഇതിലൊക്കെയാണെങ്കിൽ ഒരുപാട് പാമ്പിൻ്റെ മാളങ്ങളൊക്കെ കാണാം, പൊത്തുകളൊക്കെ. ഇതിനകത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി വന്നാൽ അതുകൊണ്ടും കുടുങ്ങും.
ഏതായാലും കാലിൻ്റെ തൊട്ട് കൂടെ ഒക്കെ ഞാൻ ഷൂ ഇതുവരെ ഊരിയിട്ടില്ല, ഊരുന്നില്ല, ഞാൻ കിടക്കുന്ന വരെ ഊരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയാണ് മൊത്തത്തിൽ നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്, മനസ്സിലായല്ലേ? ഇപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് 2 ലൈറ്റൊക്കെ കാണാം, പക്ഷേ അതൊക്കെ ഒരുപാട് വിട്ടാട്ടോ. നമ്മുടെ ക്യാമറ ഒരുപാട് വൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് തോടിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കണ്ടില്ലല്ലോ, അതാണ് അവസ്ഥ. ഓഹ്, സത്യം പറഞ്ഞോണ്ടല്ലോ ഭയാനകം തന്നെയാണ്. നമ്മൾ പകലിൽ കാണുമ്പോൾ നമ്മൾക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാം, എന്ത് തേങ്ങ ഇവിടെ എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടൈം ഇരുടായി കഴിഞ്ഞാൽ നമ്മൾക്കത് ഭയങ്കരമായിട്ട് ഫീലാവും, എന്തുകൊണ്ട് എന്നുള്ളത്. ആഹാ, ക്യാമ്പ് ഫയർ. നമുക്ക് എന്തായാലും മരത്തിൻ്റെ മേലേക്കൊക്കെ ഒന്ന് അടിച്ചു നോക്കല്ലേ. മരത്തിൻ്റെ മേലെ ഇപ്പോൾ വല്ല മലമ്പാമ്പും കിടക്കുന്നുണ്ടെങ്കിലോ പറയാൻ വേണ്ടി പറ്റില്ലേ, ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് അടിച്ച് നോക്കാം, ഇതിലൊക്കെ ഒന്ന് മരത്തിൻ്റെ മേലൊക്കെ അടിച്ചിട്ട് നോക്കാം. കുഴപ്പമൊന്നുമില്ല, അതിലൊക്കെ ഓക്കെയാണ്. പാമ്പിനൊന്നും കാണാനില്ല, പാമ്പില്ല എന്നാൽ തന്നെ മതി, എന്നാൽ തന്നെ നമുക്ക് ധൈര്യമാണ് എവിടെ നിൽക്കാനും. ചെങ്ങന്മാരെ, ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള കനലയക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഇത് ഞാൻ പുതിയത് ഒരെണ്ണം, പുതിയതല്ല, നമ്മൾ 2 ഗ്രില്ലുണ്ടായിരുന്നു നമ്മളൊക്കെ. അപ്പോൾ നമ്മുടെ പഴയ ഗ്രില്ലല്ല, നമ്മളന്ന് ഉപയോഗിച്ചുകൊണ്ട് നിന്ന ഗ്രില്ലല്ല, അതിൻ്റെ മറ്റൊരു പീസാണത്. ഇനി നമ്മുടെ ചിക്കൻ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാം. വാ, ഇതിലൊന്നും ഒലിച്ചിട്ടില്ലല്ലോ. ഇതിന് വേറെ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ മസാലയൊക്കെ അങ്ങോട്ട് ഒലിക്കുകയെ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആഹാ, ഒന്ന് വെള്ളം ഇറങ്ങിക്കണ്ട ആള്. അങ്ങനെ നമ്മുടെ ഇത്രേ ഉള്ളൂ, ഇതന്നെ ഉള്ളൂ, ഇത് മതി. ഇത് ആരംഭമാണ്, അവസാനമല്ല. ക്യാമ്പിങ് നടക്കൂല എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ എന്നെ നോക്കണ്ട, എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തുമ്പോൾ കമ്പപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും. അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അത് ഇതെന്നല്ല, എന്ത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും ഞാൻ എൻ്റെ ഈ ഒരു അൽഫാം പീസിനെ മറിച്ചിടുന്ന ചടങ്ങിലേക്ക് ആണ്. ഞാൻ ഇതോടെ ഒട്ടിപ്പിടിച്ചോ, കറക്റ്റ് വേവില്ലേ. പന്നിയുടെ മക്കളൊക്കെ ആയിട്ട് ഇതുവഴി ഒന്നോട് പാസ് ചെയ്തു. നമ്മുടെ ചിക്കൻ ഓക്കെ കേട്ടോ. ഇതിലെങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വഴിയിലൂടെ ഞാൻ തോന്നുന്നു ഒരു പോയത്, ഞാൻ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിരുന്നില്ല. ഞാനൊന്ന് ടോർച്ചടിച്ചു. ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ നമുക്കൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിരോധിക്കാൻ നമ്മളൊന്ന് എസ്കേപ്പ് ആക്കുക പയ്യ. അപ്പോൾ ഇത് ചപ്പാത്തിയാണ്, ഞാനിന്ന് ചപ്പാത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ സമയം എന്തായി എന്നുള്ളത് നോക്കുവാണെങ്കിൽ 9:30 9:30 ആകെ ഒരു പന്നി സീൻ മാത്രം അവിടെ ഉണ്ടായത്, വേറെ ഒന്നും ഉണ്ടായില്ല. ഇതിൽ 5-6 ചപ്പാത്തി ഉണ്ട്. ഇത് ഫുൾ ഞാൻ തിന്നൂല. ഞാൻ ഏത് ടൈമാണെങ്കിലും എനിക്ക് അത്രയാണ്ട് ഇതൊന്ന് ചൂടാക്കാൻ എഴുതിയിട്ട് ഇട്ടാണ്ടുമേ അത്രയാണ്ട് ചപ്പാത്തി ഞാൻ തിന്നൂല. പൊറാട്ട ആണെങ്കിൽ നമ്മൾ 1-2 തിന്നും എന്നല്ലാതെ. ഇതാണ് നമ്മുടെ ലെഗ് പീസ്, അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൊള്ളാം അല്ലേ, കൊള്ളാം തന്നെയാണ് ഞാൻ കരുതുന്നത്. കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ, നമുക്കൊന്ന് കടിച്ചു നോക്കാം അല്ലേ. ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് നമ്മുടെ ചെയർ അത് ഉള്ളിലേക്ക് വെക്കാം. എന്നാൽ പിന്നെ ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഷൂ കഴിച്ചിട്ട് വേണം കയറുക അല്ലേ. എൻ്റെ ചെങ്ങന്മാരെ വിയർക്കാണ്, ഭയങ്കര ചൂട്. പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ്. നമ്മളെ കൊണ്ട് എന്താ പറയുക, ഒറ്റയടിക്കൊന്നും ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ സ്ലീപ്പിംഗ് ബാഗാണിത്. ഇത് നമുക്ക് കിടക്കാനുള്ള സുഖം, അതായത് നമ്മുടെ ഈ ബെഡ് പോലെയൊക്കെ തന്നെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇതാണ് എൻ്റെ തലാണ്. ഇതിലൊന്നും ഇല്ല ഇനി, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചില്ലേ. എന്താ പറയുക, വീട്ടിലാണെങ്കിലും ഇപ്പം നമ്മൾ ഈ ഫാനൊക്കെ ഇട്ടല്ലേ കിടക്കല്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്ക്
ബുദ്ധിമുട്ടാണ്. നല്ല ചൂടുണ്ട് ഇതിനകത്തേക്ക്. ഇവിടെ കിടക്കുന്ന മൂന്നാമത്തെ കാരണം കൊതുകിൻ്റെ ശല്യം ഇവിടെ ഇല്ല. ഫസ്റ്റ് കാരണം ഇവിടെ ഉണ്ട്, ചൂട്. അത് നമ്മൾ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാരണം ഞാൻ പറഞ്ഞിരുന്നത് കൊതുകായിരുന്നു. പക്ഷേ കൊതുകില്ല, കൊതുകോ ചെറു പ്രാണികളോ ഇല്ല. മൂന്നാമത്തെ കാരണം എൻ്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തായിരുന്നു. മരത്തുമ്മലാണ് അവന് ഹാങ് ചെയ്തത്. അങ്ങനെ അപ്പോൾ അന്ന് കണ്ടവരാണെങ്കിലും അന്ന് അവനെ ഇറക്കിയതും അന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും എല്ലാവർക്കും വളരെയധികം വിഷമം വരുത്തുന്നൊരു കാര്യമാണ് ആ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ കൂടിയിട്ടാണ് ഞാനിവിടെ കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉറങ്ങുമെന്നുള്ളതൊക്കെ അറിയില്ല, കാരണം ചൂടാണ്, വിയർത്തുകൊണ്ട് നിൽക്കുവാണ് ഞാൻ. എപ്പോഴാണ് എനിക്ക് ഉറക്കം കിട്ടുകയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ തൽക്കാലം നൈറ്റത്തെ വ്യൂ ഓഫാക്കുകയാണ്. ഈ ലൈറ്റൊക്കെ കൂടെ ഓഫായി കഴിഞ്ഞാൽ ഞാൻ ടെൻറ്റ് കുറച്ചൊന്നും തുറക്കാമെന്ന് കരുതുന്നുണ്ട്. പ്രാണികൾ വരികയായിരിക്കാം, കൊതുക് വരികയായിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ മറ്റേ ഓയിൽമെൻ്റ് ഉണ്ട്, അതെന്ന് വെച്ച് കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാൻ, ഒരു കമൻറ്റ് ചെയ്താൽ മറക്കരുത്. എന്നൊക്കെ രാവിലെ കാണാം. വളരെ ഗുഡ് മോർണിംഗ്. സമയം 6:18, 6:20. പുറത്തേക്കുള്ള കാഴ്ച ആണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. നല്ല രീതിയിൽ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതിനകത്തേക്കില്ല കേട്ടോ. അകത്തേക്കില്ല പറയുമ്പോഴേക്ക് തോട്ടിക്കില്ല, പുറത്തേക്കാണ്. അങ്ങനത്തെ അടുത്തേക്കൊക്കെ നോക്കുമ്പോഴേക്ക് വെളിച്ചമുണ്ട്. നമുക്ക് ഇറങ്ങിയാലോ. ഇന്നലെ ചപ്പാത്തി ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ അതേപോലെ തന്നെ കിടപ്പുണ്ട്. ആരും വന്നിട്ടില്ല ഭക്ഷിക്കാൻ. നമ്മളുടെ ഈ അടുപ്പും സിലിണ്ടറൊക്കെ ഉപയോഗിച്ചിട്ട് കാലം കുറച്ചായി. ഇതിൽ ഗ്യാസ് ഉണ്ടെന്ന് തന്നെയാണ് കരുതണം. 2 അത് വാങ്ങിയെന്ന ക്യാമ്പിങ് തുടങ്ങിയ സമയത്ത്. അതിലൊന്നിൻ്റെ പിന്നെ കഴിഞ്ഞായിരുന്നു. ഇതിലുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതാണ് നമ്മളുടെ അടുപ്പ്. അടുപ്പ് റെഡിയായി. ഇത്ര പണിയുള്ളൂ. അതിലേക്ക് ഗ്യാസിന് ഫിറ്റ് ചെയ്യണം. അപ്പം മറന്നുപോയല്ലോ. ഓക്കെ, ഗ്യാസായി. ഈ ചെയർ ഉണ്ടായതുകൊണ്ടുള്ളൊരു സുഖം എന്താ പറയുക നമുക്ക്, നമുക്കൊന്ന് ഇരിക്കാൻ പൂതിയാവലുണ്ട് ഇതുപോലെയൊക്കെ. അപ്പോഴേക്ക് നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവലില്ല. ഇതുണ്ടായതുകൊണ്ട് നല്ല സുഖമായി. ഒരു ഗ്ലാസ് ചായ, അതിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. കൊതുകാണ്, ഭയങ്കര കൊതുകാണ്, സഹിക്കാൻ പറ്റില്ല. ഇവിടെ ഉറങ്ങിയപ്പോൾ നമ്മൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ചൂട്. തുടക്കം ആദ്യം നമ്മളിങ്ങനെ കിടന്നിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റണില്ല, നമ്മളങ്ങനെ വിയർക്കുവാണ്. അപ്പം ഞാനത് കുറച്ച് തുറന്നിട്ടു, ഇത്ര തുറന്നിട്ടു. കാറ്റ് കയറിക്കോട്ടെ ചേച്ചി. കാറ്റൊന്നും ഈ തോട്ടിക്ക് കവുന്നിലേറെ മരങ്ങളുടെ തടവാണ്, കാറ്റുണ്ടാവും, പക്ഷെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പിന്നത്തെ വിഷയം ഉണ്ടായിരുന്നത് തുറന്നിട്ടില്ലേ, ഇപ്പോൾ പിന്നെ കൊതുക് കയറി തുടങ്ങി. കൊതുകിനുള്ള ഒരു ഓയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അത് കുറേ തേച്ചു, കുറേ ആശ്വാസം കിട്ടും. കജ്ജുമ്മലും കാലുമ്മലും കഴുത്തിലും ചെവിയിലും മുഖത്തൊക്കെ തേക്കേണ്ടി വന്നത്. പിന്നെ സംഭവിച്ചത് ചെറു പ്രാണികൾ കയറി തുടങ്ങി. അപ്പോൾ അത്
വെയിലത്ത് വന്ന് മുഖത്തിരിക്കുന്നതും വന്ന മുഖത്ത് കൂടെയൊക്കെ ഉള്ള അങ്ങനെ തന്നെ ഉറങ്ങാൻ പറ്റാതെ. പിന്നെ ഞാൻ ഉറങ്ങി, അതെപ്പോഴാണെന്നൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ദുസ്വപ്നവും കണ്ടു. അതോടുകൂടി എൻ്റെ ഉറക്ക് പൂർണ്ണമായിട്ട് അവസാനിച്ചു. ഏതായാലും അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി പാക്ക് ചെയ്യട്ടെ, അയച്ച് കൂട്ടി പോകാൻ നോക്കാം നമുക്ക്. നമ്മളുടെ നുറുമ്പ് സാധനങ്ങളൊക്കെ ഈ ബാഗിലിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഓ നല്ല കനുണ്ട്, നല്ല കനുണ്ടടേ. എന്നാൽ പിന്നെ അത്രയായിട്ട് സുന്ദരമല്ലെങ്കിലും ഈ ഒരു സ്ഥലത്തോടും ഞാൻ വിട പറയുകയാണ്. എന്താ പറയുക, വേനൽക്ക് ക്യാമ്പിങ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. തണുപ്പുള്ള ഏരിയ പിടിക്കുക. അല്ലാതെ ഈ ഇതുപോലത്തെ ഏരിയ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ എവിടെയൊക്കെ ആയാലും ഇതന്നെ അവസ്ഥ, ചൂട്ടിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ വീടിനകത്ത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഔട്ട്ഡോറിലാണ് കിടക്കണം, സംഭവം ശരി. പക്ഷേങ്കിൽ നമ്മൾ ടെൻറ്റിനകത്താണ് കിടക്കുന്നത്. അപ്പോഴേക്കും ഈ ചൂട് തന്നെയാണ്. കാറ്റ് പോലും അതിനകത്ത്. നമുക്ക് വീട്ടിൽ ജനലേയും തുറന്നിടാം, അതിന് ജനലോട്ടും തുറന്നിടാല്ല, തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പോൾ കൊതുക്. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു ക്യാമ്പിങ് ഞാൻ റെഡി ആക്കും. ക്യാമ്പിങ് എന്തായാലും ചെയ്യും. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ കൊടും വേനലേക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒന്ന് നീട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ലൈവ് ആയിട്ട്